ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാന്ദ്രദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. മക്കൾക്ക് ചോദ്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി ആര്? ആൻസർ ഡോക്ടർ അനിൽ മേനോൻ. അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് പോയ പേടകത്തിൻ്റെ പേരെന്ത്? ആൻസർ സോയൂസ് MS-29. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാര്? ആൻസർ രാകേഷ് ശർമ്മ. ISS-ലെത്തിയ ആദ്യ മലയാളി ആര്? ISS എന്നാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ആൻസർ ഡോക്ടർ അനിൽ മേനോൻ. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത്? ആൻസർ 1984. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ വനിതയാര്? ആൻസർ കൽപ്പന ചൗള. ബഹിരാകാശത്തെത്തിയ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാരാണ്? ആൻസർ യൂറി ഗഗാറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മനുഷ്യസഹിത ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരാണ്? ആൻസർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം കേരളീയനാണ്. ഗഗൻയാൻ ദൗത്യത്തിനായി പ്രസാദ് നായരെ കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ ആരെല്ലാം? ഗഗൻയാൻ ദൗത്യം എന്താണെന്ന് മക്കൾക്കറിയാലോ അല്ലേ? കഴിഞ്ഞ വീഡിയോസിൽ നൽകിയിട്ടുണ്ട്, മക്കൾ അതും കൂടി പോയി കാണണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസിന് പുറമെ LSS USS ക്ലാസ് കൂടി നൽകുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ആൻസർ അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, സുഭാംശു ശുക്ല. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സ്വന്തം ബഹിരാകാശ നിലയത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഭാരതീയ അന്തരീക്ഷ ഭവൻ. ISRO തമിഴ്നാട്ടിൽ പുതുതായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ആൻസർ കുലശേഖരപട്ടണം. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.